മേടമാസത്തിലെ വിഷുവാണ്. എല്ലാവർക്കും അറിയാം ഇന്ന് വിഷു ദിവസമാണ്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു വിഷു ആശംസകൾ പറയുകയാണ്. ഇന്നലെ എനിക്ക് ഇത്തിരി തിരക്കായതുകൊണ്ട് രാത്രിയിൽ ഇതൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നിരുന്നാലും വെളുപ്പിനെ ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അമ്മമാരെ കണി കാണിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഓട്ടുരുളിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും പറയും ഞാൻ അലുമിനിയം ഉരുളിയിലാണ് വെക്കുന്നത്. അതിന് നമുക്ക് ഒരു സമയത്ത് കൃഷ്ണനെ അത് അനുവദിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടുരുളിയിൽ നവധാന്യങ്ങളൊക്കെ വെക്കാം. ഇപ്പോഴത്തേക്ക് അമ്മമാരെ കണി കാണിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്താണ്. എല്ലാ വർഷവും ഞാനിങ്ങനെ അമ്മമാരെ കണി കാണിക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ടും അത് മുടങ്ങാതെ അമ്മമാർക്കൊരാഗ്രഹമാണ് വിഷുക്കണി കാണണമെന്നും കൈനീട്ടം വാങ്ങിക്കണമെന്നും ഒക്കെ അമ്മമാരുടെ ഒരാഗ്രഹമാണ്. പലതരത്തിലുള്ള അമ്മമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പലയിടത്തുനിന്ന് വന്നവരാണ്, പല വിശ്വാസത്തിലുള്ളവരാണെന്നറിയാം. എന്നിരുന്നാലും അമ്മമാർക്ക് വേണ്ടി നമ്മളെല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഈ വർഷവും കണിയൊരുക്കി അമ്മമാരെ കണി കാണിക്കുന്നതിനാണ്. 1-2 പോരായ്മകളൊക്കെ ഉണ്ട്. ഞാനത് ഇതിനകത്ത് പറയുന്നില്ല, നിങ്ങൾ കാണുന്നവർക്കത് മനസ്സിലാവും. ഞാൻ ഇത്തിരി തിരക്കായതുകൊണ്ട് എനിക്ക് അത് ചില സാധനങ്ങൾ മേടിക്കാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാനങ്ങനെ അമ്മമാരെ കണി കാണിക്കുന്നതിനായിട്ട് എല്ലാം റെഡിയാക്കി അമ്മമാരുടെ ഇനി പോയി വിളിച്ചുണർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ചിലരൊക്കെ ഇരിക്കുമായിരിക്കും, അവർക്കറിയാം ഞാൻ 4 മണിയാകുമ്പോഴേ എണ്ണിക്കും, 4:30 ആകുമ്പോഴേ അവരെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുമെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം വീണ്ടും. ആരും കൊണ്ടുവന്ന് കളയരുത്. കാശൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ ഒരു സന്തോഷം. അതെ, 1 രൂപയായാലും മതി. അതെ, 1 രൂപയായാലും മതി. ഒരു സന്തോഷമാണ്. കഴിഞ്ഞ വർഷം കിട്ടാൻ ഞങ്ങൾക്ക് നിരാശയായിരുന്നു. ആ നിരാശ അങ്ങ് മാറാം. വീട്ടിലേക്ക് പോകുമ്പോ വണ്ടിക്കൂലി കളിയാക്കിയൊന്നുമല്ല. ഇതിനെ നമുക്ക് കൂട്ടടിക്കണേ. എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും ഞാൻ അമ്മമാർക്ക് കൈനീട്ടം കൊടുത്തു. എനിക്ക് 1-2 പേര് വിഷുവിന് തൊട്ട് മുമ്പലത്തെ ദിവസം ഒരു 2000, 1000, എനിക്കൊരു 5000 രൂപ വിഷു കൈനീട്ടം കിട്ടി, സത്യം പറയണം. അപ്പോൾ അതാണ് 3 പേരാണ് എനിക്ക് വിഷു കൈനീട്ടം അയച്ചു തന്നത്. അതിൽ ആദ്യം അയച്ചു തന്നത് ഒരു ബോംബെയിൽ നിന്നുള്ളൊരു മണിയമ്മയാണ്. പിന്നെ 2 പേരുടെ എനിക്ക് അയച്ചു തന്നു. അപ്പം എനിക്ക് കിട്ടിയപ്പം അതിൽ നിന്നൊരു 1000 രൂപ എടുത്തിട്ട് അമ്മമാർക്ക് 10ൻ്റെ നോട്ട് കളക്ട് ചെയ്തിട്ട് എല്ലാ അമ്മമാർക്കും 50 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു 21 രൂപ വെച്ച് ഞാൻ അമ്മമാർക്ക് എല്ലാവർക്കും കൈനീട്ടം കൊടുത്തു. അപ്പോൾ അത് 21 രൂപ കൊടുക്കുന്നതൊരു വലിയ തുകയൊന്നുമല്ല, എൻ്റെ കയ്യിൽ കാശ് കൂടുതലുണ്ടായിട്ടുമല്ല. എന്നിരുന്നാലും
അമ്മമാർക്ക് അതൊരു വലിയ സന്തോഷമാണ്. മകൻ കൊടുക്കുന്നത് മേടിക്കാൻ ഒരു വലിയ സന്തോഷമാണ്. അവരെല്ലാ വർഷവും പറയും, മോനെ ഞങ്ങൾക്കത് വേണം. അങ്ങനെ നിർബന്ധിച്ച് പറയുന്ന അമ്മമാരുണ്ട് ഇവിടെ. എനിക്ക് കൈനീട്ടം വേണം, 1 രൂപ ആയിരുന്നാലും എനിക്ക് കൈനീട്ടം വേണമെന്ന് പറയുന്ന അമ്മച്ചിമാരുണ്ട്. എന്തായാലും ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും, ഇവിടെ വന്ന് മേടിക്കുന്ന അമ്മച്ചിമാർക്കെല്ലാം ഇവിടെ കൊടുത്തു. ബാക്കിയുള്ളവർക്കെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. കിടക്കുന്നവർക്കൊക്കെ നമ്മളത് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മമാർക്ക് എല്ലാവർക്കും എന്തായാലും സന്തോഷം. രാവിലെ തന്നെ എല്ലാവരും എണീച്ച് വന്ന് ഒരു 5 മണി 5:30 ആയിപ്പോൾ. ആ സമയത്തിൽ നമുക്കത് കൊടുത്ത് അവർക്ക് ആ ഇന്നത്തെ ദിവസം അവരുടെ കണി കാണൽ അങ്ങനെ ഗംഭീരമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസമാണ് എനിക്ക്. എന്തായാലും അമ്മമാരെല്ലാവരും എണീറ്റ് വന്നു. ചിലരൊക്കെ ഉറങ്ങുന്നവരാണ്, എന്നാലും ഈ ഒരു ദിവസം അവർ കൂടുതലും ആൾക്കാരൊക്കെ എണീറ്റ് വന്നു. ചിലരൊക്കെ അവന് വരാനുണ്ട്, അവർക്ക് വയ്യാത്തവരൊക്കെയാണ്. എന്തായാലും വന്നവർക്കെല്ലാം സന്തോഷത്തോടെ കൊടുത്തു. സന്തോഷമായിട്ട് എല്ലാവരും മേടിച്ചു. അതിൽ എനിക്ക് വിഷു കൈനീട്ടം അയച്ചു വന്നവർക്കും ഞാനൊരു നന്ദി പറയുന്നു. കാരണം അവരിൽ നിന്ന് അതിൽ നിന്നൊരംശം അമ്മമാരുടെ കൈകളിലേക്ക് കൊടുത്തു. എല്ലാം പ്രായമുള്ളവരാണ്, എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ മേടമാസത്തിലെ ആദ്യത്തെ ദിവസമാണ് വിഷു വരുന്നത് അല്ലേ? ചിലപ്പോൾ 2-3 ഒക്കെ ആയിപ്പോകും. നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെന്നല്ല നമുക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുള്ള ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ അല്ലേ? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും വേണം. നമ്മളെ സഹായിക്കുന്ന പലരും ഇവിടെ വന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നത് അല്ലേ? അപ്പോൾ തുടർന്ന് നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ, ഇതിലും നല്ല രീതിയിൽ. ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് കഞ്ഞി കുടിക്കുന്നത്, എത്രയോ വർഷം കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. നമ്മുടെ ഈ കഞ്ഞിയിൽ നിന്ന് നമുക്കൊരു ചപ്പാത്തി അല്ലേ? നമുക്കിപ്പോൾ എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ചില്ലെങ്കിലും 1-2 ദിവസമെങ്കിലും ഒരു ചപ്പാത്തി ആക്കി കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഒരു പുതിയ വർഷമൊക്കെ ആകുമ്പം കഞ്ഞി മടുത്തെന്ന് പറഞ്ഞിട്ടും എനിക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. 1-2 ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചാൽ അത് നല്ലതാണ്. പക്ഷെ 1-2 ദിവസം ചപ്പാത്തി ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നിങ്ങളോടൊക്കെ സഹായിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു 50 പേരുണ്ടെങ്കിൽ 4 ചപ്പാത്തി ഏറ്റവും കുറഞ്ഞ് ഞാൻ തരണ്ടായോ? 4 ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ല. 3 എണ്ണെങ്കിലും വേണം. അപ്പോൾ 4 കൂട്ടി 200 ചപ്പാത്തി ചുടണ്ടായോ? പരത്തണം, മാവ് കുഴയ്ക്കണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, നമുക്ക് ആരെങ്കിലും ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന മെഷീനോ അല്ലെങ്കിൽ ചപ്പാത്തി ചുടുന്നതിനുള്ള മാവുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ കവറിൽ ചപ്പാത്തിയൊക്കെ വരുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താൽ നമുക്ക് ഒരു ചേഞ്ച് ആവും അല്ലേ? വർഷങ്ങളായിട്ട് കഞ്ഞി കുടിക്കുന്ന അമ്മമാരാണ്. ആ കഞ്ഞിയിൽ നിന്ന് ഒരു മാറ്റം വരും. കഞ്ഞി നമുക്ക് കിട്ടും, നമുക്ക് ദൈവം തരും ഇല്ലെന്നല്ല. നമുക്ക് അതിൽ നിന്നൊരു മാറ്റം, ഒരു പുതിയ വർഷമാകുമ്പോൾ നമ്മൾ അത് ആലോചിക്കുന്നത് അല്ലേ? വിഷുവായിട്ട് രാവിലെ അമ്മമാർക്ക് ഇത്തിരി പ്രഥമൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മമാരുടെ ആഗ്രഹങ്ങളല്ലേ, അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇത്തിരി ശർക്കരയൊക്കെ പാണിയാക്കി അവർ അടയൊക്കെ ഇട്ട് വേവിച്ചു. രാവിലെ ലക്ഷ്മിക്കുട്ടിയമ്മ, ഓമനയമ്മ, പ്രമീള ചേച്ചി, രാധയമ്മ, ഇങ്ങനെ ഇവിടെ എല്ലാവരും ചേർന്ന് പ്രഥമൻ റെഡിയാക്കുവാണ്. വിഷുദിനത്തിൽ രാവിലെ ഒരു പായസം അവർക്ക് കഴിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് നമുക്ക് ദൈവം സാധിച്ചു. എന്തായാലും അമ്മമാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ പൂജാരിയാ ലക്ഷ്മിക്കുട്ടിയാ. കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേണ്ട രീതിയിൽ ഒട്ടും കുറയ്ക്കാതെ കേട്ടോ, വിളിച്ചോണേ. കഴിച്ചിട്ട് തരാം. അതുകൂടെ ഒന്ന് പിടിച്ചേക്കണേ. സൂപ്പറാണെങ്കിൽ സൂപ്പറാന്ന് പറയണേ, എല്ലാവരും സൂപ്പറാന്ന് പറയണേ.
പാലമുട്ടിലാണോ? കഴിച്ചിട്ട് മതിയോ? അപ്പോൾ നിങ്ങൾ കണ്ടു, രാവിലെ അമ്മമാരെ കണി കാണിച്ചു, രാവിലെ ഒരു മധുരം ഒരു പായസം വെച്ച് കൊടുത്തു, വിഷു സദ്യ കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഇതിനകത്ത് എനിക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട്. കാരണം അമ്മമാർക്ക് കോടി കൊടുക്കാറുണ്ട്. ഈ വർഷം അത് പറ്റിയില്ല. കാരണം കഴിഞ്ഞ വർഷം കോടി മേടിച്ച പലരും ഒന്നും നമ്മൾ പറയുന്നില്ല, 2 പേര് ഇന്ന് നമുക്കില്ല. അപ്പോൾ ഈ വർഷം കൊടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത വിഷു വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പം അതുപോലെ എത്ര അമ്മമാർ മുന്നോട്ടുണ്ടാവും. പലരും പ്രായാധിക്യമുള്ളവരാണ്, പലരും സുഖമില്ലാതൊക്കെ ഇരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു, വിഷുക്കോടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും അത് ദൈവം മാറ്റട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും ഒരു പുതിയ വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത്. നന്ദി, നമസ്കാരം.